നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കല്ലേ. കൈലാസദൃശ്യകോണെ സുരവിടവിതടെ പാടിയേ മണ്ഡപേ സൻ. നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 മെയ് മാസം 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ആഴ്ചഫലം ആണ് നമ്മളിന്നിവിടെ വിചിന്തനം ചെയ്യുന്നത്. ആദ്യമായിട്ട് അശ്വതി നക്ഷത്രമാണ്. വ്യക്തമായ നിലപാടുകൾ സർവ ആദരങ്ങൾക്കും കാരണമാകും. വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കണം. ഉദ്യോഗത്തിന്റെ കാലാവധി തീർന്നതിനാൽ മറുദേശം വിട്ട് ജന്മനാട്ടിലേക്ക് തിരികെ പോരേണ്ടി വരാൻ ഇടയാകും. ഭരണി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സാന്നിധ്യം വയ്ക്കാൻ ഇടയാകും. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ ഒപ്പുവയ്ക്കാൻ ഇടവരും. എന്നാലും വിദഗ്ധോപദേശം തേടി വേണം പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെടാൻ. കാർത്തിക വ്യവസായിക പുരോഗതി കൈവരുന്നതിനാൽ വിതരണ രംഗം വിപുലമാക്കുവാൻ സഹായിക്കും. പുതിയ ജോലിക്കാരെ വയ്ക്കേണ്ടി വരും. ഭക്ഷ്യവിഷബാധ ഏക്കാതെ സൂക്ഷിക്കണം. ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കുന്നതിനാൽ ആത്മസംതൃപ്തി തോന്നാനിടയാകും. രോഹിണി സമാധാനപരമായി പരീക്ഷ എഴുതാൻ സാധിക്കും. മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ അന്യദേശയാത്ര പുറപ്പെടും. പ്രയത്നങ്ങൾക്ക് അന്തിമമായി ഫലം ഉണ്ടാകും. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഇടയാകും. മകയിരം പുതിയ ഉദ്യോഗത്തിന് നിയമാനുസരണമായ ഓർഡർ ലഭിക്കും. ചെയ്യാത്ത കുറ്റത്തിന് ചീത്തപ്പേര് കേൾക്കാൻ ഇടയാകും. ദുരുപയോഗം ചെയ്യുന്ന ജോലിക്കാരെ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വരും. കർമ്മമേഖലയിൽ വളരെ പുരോഗതി ഉണ്ടാകാൻ ഇടവരും. തിരുവാതിര അതിർത്തി തർക്കം രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കും. സഹപ്രവർത്തകർ അവധിയെടുത്തിരിക്കുന്ന ജോലിയിൽ പ്രാരാബ്ധം കൂടും. കലാകായിക മത്സരങ്ങളിൽ വിജയിക്കാൻ ഇടവരും. പുണർതം പണം കൈകാര്യം ചെയ്യുന്ന ജോലിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പുതിയ വ്യാപാര വ്യവസായ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യാനിടയാകും. പൂയം രോഗപീഠകൾ വർദ്ധിക്കുന്നതിനാൽ
വിദഗ്ധ ചികിത്സകൾക്ക് വിധേയനാകാനിടയാകും. കുടുംബ ജനങ്ങളോടുള്ള സാമീപ്യം സംരക്ഷണ ചുമതലയും കുറയും. കീഴ് ജീവനക്കാരുടെ അശ്രാന്ത പരിശ്രമത്താൽ ഏറ്റെടുത്ത കരാർ ജോലികൾ പൂർത്തിയാക്കാൻ ഇടവരും. ആയില്യം സമാന ചിന്തകൾ സമീപനത്തിൽ ആശ്വാസം കണ്ടെത്തും. വാക്തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ഏറ്റവും നല്ലത്. മൂലം നിബന്ധനകൾക്ക് വിധേയമായി പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. സുതാര്യതയുള്ള സമീപനത്താൽ ആരോപണങ്ങളെ അതിജീവിക്കാൻ ഇടയാകും. പുരാടം വസ്തുതർക്കങ്ങൾ മധ്യസ്ഥയിൽ പരിഹരിക്കാൻ ഇടയാകും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും. ഉത്രാടം പരിചിതമായ സ്വന്തം ദൃഷ്ടിപഥത്തിൽ ഉള്ളതുമായ പ്രവൃത്തികൾക്ക് പണം മുടക്കും. പുതിയ തലമുറകളുടെ അനൈക്യതകളാൽ മാറി താമസിക്കുവാൻ ഇടയാകും. പൗത്രാദികളുടെ ആഗമനം ആശ്വാസത്തിന് വഴി ഒരുക്കും. തിരുവോണം മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവൃത്തികളിൽ നിന്നും പിന്തിരിയാൻ ഉൾപ്രേരണയുണ്ടാകും. ദീർഘകാലത്തെ ശ്രമത്തിനു ശേഷം പദ്ധതി സമർപ്പണത്തിന് തയ്യാറാകാൻ ഇടയാകും. അവിട്ടം ബന്ധുവിനെ സഹായം ചെയ്യാൻ ഇടവരും. സമയോചിതമായ ഇടപെടലുകൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. പുത്രന്റെ ഉപരിപഠനാർത്ഥം പട്ടണത്തിലേക്ക് താമസം മാറ്റാൻ ഇടയാവും. ചതയം ഊഹാപോഹങ്ങൾക്ക് പലതും കേൾക്കുമെങ്കിലും സത്യാവസ്ഥ അറിയാതെ പ്രതികരിക്കരുത്. കാര്യകാരണസഹിതം സമർപ്പിച്ച പദ്ധതികൾക്ക് അനുകൂല പ്രതികരണങ്ങൾ ഉണ്ടാകാൻ ഇടവരും. പൂരിട്ടാതി സന്താനങ്ങളുടെ ശ്രേയസ്സിനായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തും. ആരോഗ്യ സംരക്ഷണ ഭാഗമായി ദുശീലങ്ങൾ പാടെ ഉപേക്ഷിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കാൻ ഇടയാകും. ഉത്രട്ടാതി നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കാൻ ഇടവരും. വിദഗ്ധരുടെ ഉപദേശം സ്വീകരിച്ച് പ്രവൃത്തികൾ തീരുമാനിക്കാൻ ഇടവരും. സാങ്കേതിക കാരണങ്ങളാൽ വിദേശ യാത്ര തടസ്സപ്പെടാൻ ഇടയാകും. രേവതി കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും. പരിചിതമായ മേഖലകളിൽ സാമ്പത്തികം മുടക്കും. പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ച് നടപ്പിലാക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഈ സമയം അനുകൂലമാണ്. ഇതോടുകൂടി ഇന്നത്തെ ഈ ആഴ്ചത്തെ ആഴ്ചകളിലൂടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കല്ലേ. നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും
അല്ലെങ്കിൽ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ ബന്ധപ്പെടുകയോ ചെയ്യാം. ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരിയാണ്. എൻ്റെ ഫോൺ നമ്പർ 99 47 54 21 79.